ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ നോക്കി നിൽക്കുന്നേ? വയ്ക്കോ. അമ്മ, എനിക്ക് ചോക്ലേറ്റ് വേണോ അമ്മ? വാശി പിടിച്ച നല്ല അടി തരും കേട്ടോ. രാഘവേട്ടനോട് അനുവാദം ചോദിക്കാതെ ഞാനൊരു കാര്യം ചെയ്തു. രാഘവേട്ടൻ അറിഞ്ഞ എതിർക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. അപ്പോ എന്തോ കുഴപ്പം പിടിച്ച പണിയാ ഒപ്പിച്ചോണ്ട് വന്നേക്കുന്നതല്ലേ? എന്തായാലും ഞാൻ ഇനി പണ്ടത്തെ പോലെ മണ്ടത്തിലൊന്നും കാണിക്കില്ല. സൂക്ഷിച്ചേ മുന്നോട്ട് പോകും. കാര്യം എന്താന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ നമ്മുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് ബാങ്കിൽ നിന്നൊരു ലോൺ ശരിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പഴയ ചിട്ടിപ്പരിപാടി തുടങ്ങാൻ പോവാ. കാര്യങ്ങൾ ഒന്നേന്ന് തുടങ്ങണം. ഒന്ന് കൊടുത്തു പത്താക്കുന്ന, പണം പെരുപ്പിക്കുന്ന ആ ലോകത്തേക്ക് നമ്മൾ തിരിച്ചു വരിക. സത്യഭാമയുടെ ഒരു രണ്ടാം വരവ്. പണം കൊടുത്തിട്ട് തിരിച്ചു തരാത്തവരുടെ മുന്നിലേക്ക് വിഷ്ണുവിനെ പറഞ്ഞുവിട്ട് അടിച്ചു കാശ് വാങ്ങുന്ന നമ്മുടെ പഴയ തട്ടകത്തിലേക്ക് സത്യഭാമയും മകൻ വിഷ്ണുവും കൂടി വലതുകാല് വെച്ച് കയറുന്നു. രാഘവേട്ട, നമുക്ക് അന്തസ്സായി ജീവിക്കണം. എല്ലാം തിരിച്ചു പിടിക്കണം. അതിന് ഒരുങ്ങി ഇറങ്ങിയാലേ പറ്റൂ. വിഷ്ണുവിനെ ഒരുക്കി ഇറക്കിയാലേ പറ്റൂ. സംഭവം എല്ലാം കൊള്ളാം. നീ ഇത് വിജയിക്കുകയും ചെയ്യും. കണക്കില്ലാതെ പണം കൈ വന്ന് ചേരുകയും ചെയ്യും. പക്ഷെ ഭാമേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അന്നത്തെ വിഷ്ണു അല്ല ഇന്നത്തെ വിഷ്ണു. അവനിന്ന് പല പരിമിതികളും ഉണ്ട്. എന്നുവെച്ച് എന്റെ മകനല്ലാതാവുന്നില്ലല്ലോ. എന്റെ അനുസരണയുടെ ചട്ടക്കൂടിൽ നിന്നും അവൻ അകന്നു പോയിട്ടൊന്നും ഇല്ലല്ലോ. രാഘവേട്ട, എന്റെ മകൻ എന്റെ കൂടെ നിൽക്കും. എന്റെ ആജ്ഞകൾ അനുസരിച്ച് എന്റെ മുന്നിൽ തന്നെ നിൽക്കും. അത് നിന്റെ തോന്നൽ മാത്രമാ ഭാമേ. മകനിലുള്ള അമിത വിശ്വാസം. ഒരിക്കൽ നിന്റെ ഇടതും വലതും മുന്നിലും പിന്നിലും നിന്നേ നിനക്ക് സംരക്ഷണം തരുന്ന നിന്റെ മകനെ ഇന്നൊരു ഭർത്താവാ. അവനൊരു കുടുംബമുണ്ട്. അവനിനി നിന്റെ അടികൂടുന്ന പണിക്ക് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആലോചിച്ച് നോക്ക്. വിഷ്ണുവോട്ട് ആലോചിക്ക്. പിന്നെ മറ്റൊന്നും കൂടെ ഉണ്ട്. ഇന്നേ അവന്റെ ഭാര്യ പഴയ തട്ടുകട ശാലിനി അല്ല, ഇവിടുത്തെ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവാ. ആലോചിക്ക്. എന്നിട്ട് സ്വപ്നം കാണും. ഇല്ലെങ്കിലേ ദുഃഖിക്കേണ്ടി വരും. നീ മാത്രമല്ല, നമ്മളെല്ലാവരും. ഗുണ്ടാപരിവായിട്ട് വന്നേക്കുന്നു. ദേ, ഇനി ഈ കാര്യം പറഞ്ഞ് എന്റെ മുന്നിലേക്ക് വന്നേക്കരുത്. പറഞ്ഞേക്കാം. അവനെ ഒരു കുടുംബം ചെയ്ത് നയിക്കുക. മര്യാദയ്ക്ക് ഭാര്യ മക്കളായിട്ട് കഴിയുക. അതിൻ്റെ ഇടയ്ക്കാ ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നങ്ങളുണ്ട്.